ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ കാലത്ത് മുതൽ ഉച്ചവരയ്ക്കുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഓർഡറുകളൂടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതാ അപ്പം സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നേരെ ഇതാ വെളുത്ത് വരുന്നതേ ഉള്ളൂ. അങ്ങനെ കാലത്ത് ഫസ്റ്റായ പത്തിരിനൊക്കെ കടകളിലേക്ക് കൊണ്ടു കൊടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതും കൂടെ ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കുകയാണ്. ഇപ്പോൾ പാടത്തും പറമ്പിലൊക്കെ പണിക്കാരുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പത്തിരിക്ക് ആവശ്യക്കാർ കൂടുതലാണ് കേട്ടോ. നമുക്ക് ഡെയിലി ഒരു 10-400 പത്തിൻ്റെ ഓർഡറൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനൊക്കെയും കൂടെ കാലത്ത് ഒരു 3 മണിക്ക് എണീറ്റിട്ടാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാറ്. അങ്ങനെ അതാ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പാൽപ്പാത്രമൊക്കെ ഒന്ന് സിറ്റ് ഔട്ടിൽ കൊണ്ടുവയ്ക്കാൻ പോയതാണ്. എന്നിട്ട് ഇതാ ബാക്കിയുള്ളതും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. കാറ്റും മഴയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വാതിൽ തുറന്നിടാൻ പറ്റില്ല കേട്ടോ. ഗ്യാസ് കറക്റ്റായി കത്തൂല. എന്നാലും നല്ല മഴ കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് തുറന്നിട്ടതാണ്. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ പത്തിൻ്റെ ഓർഡറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇത് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. എനിക്ക് വന്നിട്ടാണ് കേട്ടോ അതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുള്ളൂ. എനിക്കിനി 12 മണിക്കൊരു ബിരിയാണി ഓർഡറും കൂടെ ഉണ്ട് കേട്ടോ. അതിന് കാരണം വേഗം പെട്ടെന്ന് എല്ലാം ചെയ്ത് എടുക്കുകയാണ്. പത്തിരി ഉണ്ടാക്കൽ കഴിഞ്ഞതും പിന്നെ ഞാനിതാ വേഗം ഇഡലിയൊക്കെ ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കടലക്കറിയും കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മോളൊന്ന് കോളേജിലേക്ക് ഇഡലിയും കടലക്കറിയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവൾക്ക് 7:30 കേട്ടോ പോണത്. പിന്നെ ഇതാ അതൊക്കെ ഒന്ന് വേഗം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോഴേക്കൊക്കെ പത്തിരിയൊക്കെ കൊണ്ടുകൊടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇക്കാക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് അതും അതിൻ്റെ ഇടയിൽ കൂടെ വെക്കുന്നുണ്ട്. പിന്നെ ഇതാ കടലക്കറിയും കൂടെ ഒന്ന് അടുപ്പിലേക്ക് വെക്കുകയാണ് കേട്ടോ. കടലക്കറിക്ക് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കടല വേവിച്ചിട്ട് അതൊന്ന് ചൂടാറിയ ശേഷം കുറച്ച് അരച്ച് ചേർക്കും കേട്ടോ തേങ്ങയ്ക്കൂടെ. അപ്പോൾ നമ്മുടെ കടലക്കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല കട്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയല്ലേ. അങ്ങനെ ഇതാ എൻ്റെ ഇഡലി ആയിട്ടുണ്ട്, കടലക്കറി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് താളിച്ച് കൊടുത്താലും കൂടെ മതി. അങ്ങനെ ഇഡലിയൊക്കെ ആയതിന് ശേഷം പിന്നെ ഇതാ മോൾക്ക് സമയമാകാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം ഇഡലിയൊക്കെ ഒന്ന് പാത്രത്തിലാക്കി കൊടുക്കുകയാണ്. ഞാൻ ഇഡലി ഉണ്ടാക്കുന്നത് അലുമിനിയത്തിൻ്റെ ഇഡലി ചെമ്പിലാണ് കേട്ടോ. നമ്മൾ കുഴിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് അതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട് ചെയ്യുക. എന്നിട്ട് ഇഡലി ചൂടാറിയതിന് ശേഷം എടുത്താൽ മതി, പെട്ടെന്ന് അത് ഇളകി വരും കേട്ടോ. അങ്ങനെ അവളുടെ ഫുഡൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു. പിന്നെ അവൾക്ക് കഴിക്കാനും കൊടുത്തതിന് ശേഷം അവളങ്ങനെ പോവുകയാണ് കേട്ടോ. 7:30 കേട്ടോ അവൾക്ക് ബസ്. മഴ എപ്പോഴും ചാറിയും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ പോയതിന് ശേഷം പിന്നെ എനിക്ക് കുറേ പാത്രം കഴുകാനും മെഷീൻ കഴുകാനൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വേഗം ചെയ്തെടുക്കുകയാണ്. അങ്ങനെ പാത്രം കഴുകലും ക്ലീൻ ചെയ്യലൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് 12 മണിക്കൊരു ബിരിയാണി ഓർഡർ ഉണ്ടെന്ന്. പിന്നെ അതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വേഗം നമ്മുടെ മിക്സിയിൽ കട്ട് ചെയ്ത് എടുക്കുകയാണ്. സബോളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പിന്നെ അമ്മ അതൊക്കെ ഒന്ന് തൊലിച്ച് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം അതൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതിയായിരുന്നു. നമ്മൾ മിക്സിയിലിട്ട് സബോള കട്ട് ചെയ്യുമ്പോൾ സബോള നമ്മളൊന്ന് പകുതിയായി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അത് ഞാൻ ചെയ്ത് കൊടുത്താൽ പിന്നെ പെട്ടെന്ന് ഇക്കാക്ക് അത് കട്ട് ചെയ്തെടുക്കാമല്ലോ. എന്നിട്ട് പിന്നെ ബാക്കി പണി ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ടാം കൂടെ വേഗം അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഉള്ളി ഞാൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നുണ്ടിട്ട് ഒക്കെ ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഇക്കാൻ്റെ കണ്ണിൽ കൂടെയും വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല നീറ്റലുണ്ടായിരുന്നു കേട്ടോ ഉള്ളി കട്ട് ചെയ്യുമ്പോൾ. ഉള്ളിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാനിതാ വേഗം ബിരിയാണിക്കുള്ള ചിക്കൻ ഗ്രേവിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ചിക്കനൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇന്ന് എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നത് 30 പേർക്കുള്ള ചിക്കൻ ഗ്രേവിയും ബിരിയാണി റൈസും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ചിക്കൻ ഗ്രേവിയൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ ഗ്രേവിയൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ കാലത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇഡലിയും കടലക്കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ വേഗം അതൊക്കെ ഒന്ന് എടുത്ത് കട്ടൻ ചായ കൂടി വെച്ചിട്ട് കഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഗ്രേവിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ പിന്നെ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. പിന്നെ നമ്മൾ വേവാനാകുമ്പോഴാണ് കേട്ടോ മസാലകളൊക്കെ അതിലേക്ക് ചേർക്കുകയുള്ളൂ. അപ്പോഴാണ് കേട്ടോ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടതാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കാത്തത്. അങ്ങനെ ചിക്കൻ ഗ്രേവി ആയതിനു ശേഷം ഞാനിതാ ബിരിയാണി റൈസും കൂടെ ഉണ്ടാക്കി അതൊക്കെ ഒന്ന് ദമ്മിട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ചാനൽ ഇട്ടതാണല്ലോ, അതാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി നമ്മൾ കാണിക്കാണ്ടിരുന്നത്. ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്.
അങ്ങനെ ബിരിയാണി റൈസും ചിക്കൻ ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അച്ചാർ പിന്നെ നമ്മൾ മേടിക്കുന്നുണ്ട് ചെയ്യുക. പുറത്തതാ നല്ല മഴ തന്നെയാണ് കേട്ടോ എപ്പോഴും. ഇത് അടുത്തായതുകൊണ്ട് നമ്മൾ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ദൂരെയൊക്കെ ആണെച്ചാൽ അവർ വന്ന് മേടിച്ചിട്ട് പോകും കേട്ടോ. ഒരു 11:30 ആകുമ്പോഴേക്കും എൻ്റെ ഫുഡെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് വേഗം പാക്ക് ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യുകയാണ്. അങ്ങനെ ചിക്കൻ ഗ്രേവി ഒക്കെ പാക്ക് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാനെന്താ ബിരിയാണി റൈസും കൂടി അങ്ങോട്ട് ദമ്മൊക്കെ പൊട്ടിച്ച് അതും കൂടെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. പിന്നെ റൈസ് നമ്മൾ ഈ വട്ടയോട് കൂടി തന്നെയാണ് കേട്ടോ കൊടുക്കുക. സലാഡും അച്ചാറും പിന്നെ അതിലേക്കുള്ള പ്ലേറ്റും ഗ്ലാസ്സൊക്കെ അവിടെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഓർഡർ ഉണ്ടാകുമ്പോൾ പിന്നെ നല്ലൊരു തിരക്കായിരിക്കും കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ ഇവിടെ ആരും ഇല്ല കേട്ടോ. പിന്നെ ഞാനും തന്നെ ഇല്ലല്ലോ. അങ്ങനെ അതാ എൻ്റെ ഫുഡെല്ലാം റെഡിയായി. ഇനി ഇത് കൊണ്ടു കൊടുക്കാൻ പോകുകയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടം എല്ലാ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യുക. ബൈ.